ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മൊരിഞ്ഞിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ചില കടകളിലൊക്കെ നമുക്കിങ്ങനെ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ കഴിക്കാൻ, ആ ഒരു ഫീൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 300 ഗ്രാം ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് എല്ലില്ലാത്ത പീസ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും സാധാരണ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം, സാധാരണ നമ്മൾ പൊരിക്കുന്ന പോലെ തന്നെ. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ ഓയിൽ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരുമ്പം സാധാരണ ചിക്കൻ പൊരിക്കുന്ന പോലെ തന്നെ നമ്മളൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം കേട്ടോ. നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂണ് വീണ്ടും ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് കട്ട് ചെയ്യട്ടോ. കനം കുറച്ച് എരിയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ 2 സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ എല്ലാം നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി, ഒരുപാട് വെന്തൊടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു ഉള്ളിൻ്റെ. അതുകൊണ്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റോളം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് അതൊന്ന് പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഉള്ളിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പൊടിൻ്റെ പച്ചമണം മാറുന്നത് വരെ എല്ലാം ഉള്ളിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പെരക്കി എടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ എല്ലാം നല്ല പോലെ മിക്സായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 പിടിയോളം മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കുക. നമ്മൾ ചിക്കന് ഒന്നെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ആകുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു സ്പൂണിൻ്റെ തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കിയാൽ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് തണുക്കാൻ വെക്കാം കേട്ടോ. ഇത് തണുക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ദോശ ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നല്ലൊരു ബാറ്ററായി കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ദോശ ബാറ്ററി ഇവിടെ റെഡിയായി, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ എന്തിലാണോ ദോശ ഇടുന്നത് ആ ഒരു ദോശ പാൻ എടുക്കട്ടെ. ഞാനിപ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഓരോ തവി ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ദോശ ഇട്ടെടുക്കാം. മൊത്തം എനിക്ക് 12 ദോശയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ദോശ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് തന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങ് എടുത്ത് മാറ്റാം. എന്നിട്ട് വീണ്ടും സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് റോള് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ബ്രെഡ് പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ലൊരു മുരിഞ്ഞിട്ടുള്ള ഫ്ലേവർ നമുക്ക് കിട്ടും. പിന്നെ വേണ്ടത് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കട്ടെ. വീഡിയോ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ മൊത്തം റോളും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ റോളും നമ്മൾ ഈ ഒരു എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്രൈ പാനിൽ നമുക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചോട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല മുരിഞ്ഞിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചിക്കൻ റോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ക്രിസ്പി ആകുന്നത് വരെ ആയിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോൾ റെഡിയാവും. അപ്പോൾ പുറഭാഗം മാത്രമേ നമുക്ക് ക്രിസ്പി ആവേണ്ടുള്ളൂ, ഉൾഭാഗം എല്ലാം വെന്തതാണ്. അതുകൊണ്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ റോളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക് യു.